ഇത് കണ്ട് നമ്മൾ ഒട്ടും സന്തോഷിക്കണ്ട. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഇത്തിക്കണ്ണി കയറി കഴിഞ്ഞാൽ മരം പോകും. നല്ലതാ. ഒരു സ്വല്പം മാർക്ക് എനിക്ക് കണ്ടുപിടിക്കൂല. ഞാനൊരു കാര്യം ഉദ്ദേശിക്കണ്ട. കുറച്ച് മാങ്ങ പാലില്ലാത്ത സംഭാര. അപ്പം ഞങ്ങളുടെ ഇവിടെ നട്ട തൈമാവായ നീലമാവിന്റെ ചോട്ടിൽ വന്ന് നിൽക്കുക. ചോട്ടിലേക്ക് പോയിട്ടില്ല, മിറ്റത്താ ഞങ്ങൾ നിൽക്കണത്. അതിന്റെ ഇപ്പറേ നമ്മൾ പേര് വിളിക്കുന്ന പാരിജാതം ഇവിടെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പൊ നീലമാവിലേക്കൊന്ന് സൂം ചെയ്തേ. പക്ഷെ ഇത് കണ്ട് നമ്മൾ ഒട്ടും സന്തോഷിക്കണ്ട. കാരണം എന്നാന്ന് വെച്ചാൽ ഈ മാങ്ങ പകുതി മൂപ്പ് കഴിയുമ്പോൾ പുഴുവായിട്ട് ഇങ്ങനെ വീണ് തുടങ്ങും. അപ്പൊ ഒരു പച്ചനെ കുറച്ച് പറിച്ച് വെച്ച് പഴുപ്പിച്ചാലോ, അങ്ങനെ പഴുപ്പിച്ചാൽ എന്നാന്ന് വെച്ചാൽ മൂക്കാല് പഴുത്ത വാടിയിരിക്കും. അതാണ്. അപ്പൊ ഈ മാവ് ഒരു 10 കൊല്ലമായി നിങ്ങൾ വെച്ചിട്ടില്ലേ? അപ്പനും മകളും കൂടെ ഇവിടെ തൈ മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഇന്നാള് അപ്പ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഇത്തിക്കണ്ണിയായി, ഇനിയിപ്പോൾ എന്നാ ചെയ്യണം, നമുക്ക് വെട്ടിക്കളയാൻ. ഇത്തിക്കണ്ണി മാറ്റാനും നിവൃത്തിയില്ല, പൊങ്ങിപ്പോയത് കൊണ്ട്. മരം ഇപ്പം കയറാൻ ആൾക്കാരില്ലല്ലോ. ഇത്തിക്കണ്ണി കയറിക്കഴിഞ്ഞാൽ മരം പോകും. അപ്പം ഈ മാങ്ങയുടെ പടം ഒന്ന് എടുത്തോ. നിങ്ങളെ ആരെയും മോഹിപ്പിക്കാനല്ല, ഇത് പുഴു വന്ന് കേടായി പോണ ടൈപ്പാണ്. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ പറിക്കണില്ല. വേറൊരു മാങ്ങ ഇവിടെ പറിച്ചു വെച്ചതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്നൊരു പച്ച മാങ്ങ, ഞാനിട്ടേക്കണ പേര് സംഭാരം ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാം. നിങ്ങളൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ അടിച്ച് കുടിക്കണവരായിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കണതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയുക. ഞങ്ങളെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യണത്. അപ്പം അത് ഞങ്ങൾക്കും ഉപകരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഞാൻ എപ്പോഴും ഓരോ വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്. നിങ്ങളത് പറഞ്ഞു തന്നാൽ എനിക്ക് ഉപകാരപ്രദമാണ്. നല്ലതാണെങ്കിൽ നമുക്കത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ ആ രീതിയിൽ പിന്നെ ചെയ്യുമ്പോൾ എടുക്കാമല്ലോ എന്നോർത്താൽ ഞാൻ ചോദിക്കണം കേട്ടോ എപ്പോഴും. എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും പല പല അറിവുകളുണ്ടാവും. അപ്പോൾ ഈ അറിവുകൾ നല്ലത് നമുക്ക് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും നന്മയല്ലേ നമുക്ക്. അതിനു വേണ്ടി അങ്ങനെ ഞാൻ പറയണം. അപ്പം ഇത് അടിക്കുമ്പോൾ ഞങ്ങൾ ചേർക്കണ സംഗതികൾ കൂടാതെ എന്തെങ്കിലും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ ഈ കാന്താരി മുളകുണ്ട്, പക്ഷെ അത് ഇടണില്ല. എന്നാന്ന് വെച്ചാൽ എരിവ്. അത് കാരണം മുളക് മാത്രം ഇടണില്ല, ബാക്കിയെല്ലാം ചേർത്തൊന്ന് അടിച്ച് ഐസൊക്കെ ഇട്ടൊന്ന് കുടിക്കാം. ഇപ്പം മണി 12:30 അതായത് 12-ാം തീയതി ഏപ്രിൽ 12 ഞായറാട്ടോ ഇതാ. അപ്പം നമുക്കേ പച്ചമാങ്ങ വെച്ചൊരു സംഭാരം എന്നാണ് ഞാൻ പേരിട്ടേക്കണം. ഒരു കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ഈ ചൂടിനെ അകറ്റാൻ. മധുരം നമ്മളെപ്പോഴും സോഡയും ജ്യൂസ് ഒഴിച്ച് സോഡയൊക്കെ അല്ലേ കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മോചനം മധുരത്തിൽ നിന്നാണ്. എന്നാലും ചെറിയ മധുരം ഇടണം, കാരണം മാങ്ങയ്ക്ക് പുളിയുള്ളതുകൊണ്ട്. ചെനച്ച മാങ്ങ എടുത്തേക്കണം. അപ്പം മാങ്ങ ചേർത്ത് ഇച്ചിരി ഉപ്പും ഒരു സ്വല്പം ഷുഗറും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പം ആദ്യം മാങ്ങയൊന്ന് അരച്ചെടുക്കണം, സ്വല്പം വെള്ളം ഒഴിച്ച്. അതിനുശേഷം ജ്യൂസർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് അടിക്കണ ആ ബൗളിലിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഇത് ഈ വലിയ ബൗളിലേക്ക് ഒരു മാങ്ങ ചെത്തി ചെയ്തിട്ട് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടൂല. അപ്പം ചെറിയ ബൗളിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ദേ ഞാൻ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടു. പിന്നെ ദേ ഒരു സ്വല്പം ഇഞ്ചി കേട്ടോ, അതും ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ അരഞ്ഞു കിട്ടൂല. മുളക് ചേർക്കണില്ല കേട്ടോ. മുളക് വേണ്ട. മുളക് ഞങ്ങൾക്ക് വലിയ ഇതില്ല, അത് കാരണം മുളക് ചേർക്കണില്ല. എരിവ് വേണ്ടല്ലോ എന്ന് ഓർത്താട്ടോ. സ്വല്പം ഉപ്പ് കേട്ടോ, പുളിയുള്ള മാങ്ങയല്ലേ, അപ്പം സ്വല്പം ഉപ്പ്. പിന്നെ ഇച്ചിരി മധുരം ഇടാം കേട്ടോ. ഇച്ചിരി അല്ല, ഇച്ചിരി മധുരം ഇടണം, അല്ലെങ്കിൽ ഇച്ചിരി ഷുഗർ ഇടാം. ഇച്ചിരി കൂടെ ഇടാം അല്ലേ, ഒരു സ്പൂണോടെ ഇടാം. ഇത് മതിയാവും. അല്ല ഇത് മതിയാവും, നേരത്തെ മധുരം മതി. ഇനി മധുരത്തിൻ്റെ എന്തെങ്കിലും പുളിപ്പ് കൂടുതലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അടിച്ചു കഴിയുമ്പോൾ. ഇനി ഒരു അരയ്ക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള പൊടിക്ക് വെള്ളം ഒഴിച്ചേച്ച് ആദ്യം ഞാൻ പറഞ്ഞില്ലേ അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കും. ഇനി അരച്ചെടുക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതേ അരച്ചത് ഇച്ചിരി കൊന്തൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കിതേ അരിപ്പയും കൊണ്ടൊന്ന് അരിക്കാം. ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരിക്കാം കേട്ടോ. കാരണം ഈ വലിയ ബൗളിലാണ് നമ്മൾ ജ്യൂസാക്കി എടുക്കണത്. നേരം പിന്നെ ഇഞ്ചിയുടെ നല്ല മണം വന്നുണ്ട്. വലിയ കൊന്തില്ല അല്ലേ. ബൗളില്ലേ ഇതേ കഴുകിയെടുത്ത്. അതൊരു ടിപ്പാണ്, അതിൽ നിന്ന് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ടിപ്പുകൾ പലരും പറയാറുണ്ട് കേട്ടോ, ഒരുപാട് പ്രയോജനകരമാണെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഒട്ടും വേസ്റ്റ് ആക്കാതെ സാധനം നമുക്ക്
ഉപയോഗിക്കാമല്ലോ. ആവശ്യമുള്ള സാധനമല്ല. ഇതിനാ ഫുഡ് ഐറ്റം അത്യാവശ്യം വേസ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പഴയ ആൾക്കാരുടെ ടിപ്പുകളാട്ടോ ഇതൊക്കെ. നമ്മൾ അവരുടെ നിന്നൊക്കെ കണ്ടും പഠിച്ചും മനസ്സിലാക്കി എടുക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അതെ ഇത് കൊന്ത, ഇതെടുക്കണ്ട കേട്ടോ. ആ വെള്ളമൊക്കെ ചേർത്ത് അരിച്ചെടുത്തില്ലേ ദേ സപ്തതേ. ഇനി നമുക്ക് ഞങ്ങൾ 2 ഗ്ലാസ്സിനാട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു മാങ്ങയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പം നമ്മൾ അതനുസരിച്ച് ഐസ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐസിടെ ദേ കുറച്ച് തണുത്ത വെള്ളം നമുക്ക് ഒഴിക്കാം കേട്ടോ. അത് ഇപ്പം നമ്മൾ അത്രയ്ക്ക് അളവൊന്നും നോക്കണ്ട. അതെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നമ്മൾ ഒറ്റയടിക്ക് അടിച്ച് എല്ലാം കൂടെ മിക്സ് ആയി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ, അല്ലെങ്കിൽ കൈവും ഇങ്ങനെ ഇളക്കി ഇതായി കഴിഞ്ഞാൽ അത്ര ഇതാവൂല. മിക്സിയിലാകുമ്പോൾ ഒരു പതയും ഒരു ഇതും ഒക്കെ കിട്ടും നമുക്ക് മൊത്തത്തില്ല. അപ്പം ഇനി നമുക്കൊരു 1-2 ഐസ് ക്യൂബും കൂടെ ഇടാം. ഒരു ട്രെയിൻ എടുക്കാം അല്ലേ? ലാസ്റ്റ് ഇട്ടാലും മതി അത്. എന്നാ അടിക്കുമ്പോ വേണ്ടാന്നല്ലേ? വേണ്ട വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം. ദേ എവിടെ നിന്നാ ഒഴിക്കേണ്ടത് പറഞ്ഞു. ഇത് ശരിക്കും ജ്യൂസ് പോലെയായി. പക്ഷെ ഇതിലാകുമ്പോ ഒന്നോടെ മിക്സ് ചെയ്ത് കിട്ടും, ബ്ലെൻഡ് ആവാൻ. അതിന് വേണ്ടി ഇതിലടിക്കണത് കേട്ടോ. ഇതിലടിക്കണത് എപ്പോഴും നല്ലത് കേട്ടോ. ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പും എരിവും പുളിയൊക്കെ. അല്ല ഉപ്പ് എരിവൊന്നുമില്ല, മുളക് ഇടണില്ല, അതുകൊണ്ട് നല്ലതാ. മധുരം ഇത് മതിയോന്ന് നോക്കിക്കേ. എനിക്കിത് മതി. ഒഴിച്ചോ. ദേ പതഞ്ഞിരിക്കണോ? എനിക്കിങ്ങനെ പതഞ്ഞിരിക്കണ എപ്പോഴും ഇഷ്ടം. ഒഴിക്കട്ടെ എന്നാ? ഒരു സ്വല്പം മാർക്ക് എനിക്ക് കണ്ടുപിടിക്കൂല. ഒഴിക്കുവാണേ. അടിപൊളി. ഇത് ഇത്രയുണ്ട്. അത് അപ്പ ഇപ്പൊ വീട്ടിൽ പോയേക്കോ, വരുമ്പോ നമുക്ക് അപ്പയ്ക്ക് ഒരു കുപ്പിയിലേക്കോ ഗ്ലാസ്സിലേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം, തണുപ്പ് പോവാതെ. വരുമ്പോ കുടിക്കാൻ കൊടുത്തേച്ച് അഭിപ്രായം ചോദിക്കാം. അതിനു മുമ്പ് ഐസ് ഇടണ്ടേ? അല്ലാതെ പിന്നെ ഈ ചൂടത്ത് ഇല്ലേ ഐസ് ഇട്ടോ, കൈ കൊണ്ടിട്ടോ. എടുത്തു നോക്കട്ടെ എടുക്കാൻ പറ്റുമോ? ഈസി ആയിട്ട് എടുക്കാം. പുറത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് 2 മിനിറ്റ് നേരം പുറത്ത് വെച്ചില്ലേ? അതെ ഇട്ടോ. ശരിയാ. അതെ ഇടുവാണേ. ഒരെണ്ണം കൂടെ എടുത്തേ. 3 ഇട്ടോ. തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. മതിയില്ലോ. ഇനി പടം എടുത്തു എന്നിട്ട് കുടിച്ചു നോക്കിക്കേ. ആദ്യം അമ്മ തന്നെ കുടിച്ചോ. ഇളക്കട്ടെ കേട്ടോ. ഇളക്കണ്ട, കറക്റ്റ് ബ്ലെൻഡ് ആയിട്ടാ ഇരിക്കണേ. നല്ലതാ. വേഗം തണുപ്പ് പോണതിന് മുമ്പ് കുടിച്ചോ. വളരെ നല്ലതാ. ഈ പറഞ്ഞ പോലെ മധുരം ഒരുപാട് ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ഡ്രിങ്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുടിച്ചാൽ നല്ലതായിരിക്കും. ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് മാങ്ങ, ചെനച്ച മാങ്ങ മൂവാണ്ടൻ്റെ വല്ലതും പറിച്ചിട്ടേ കുറച്ച് തൊണ്ടി എത്തി നമുക്ക് ഇങ്ങനെ അതിൻ്റെ പൾപ്പെന്ന് പറയാൻ പറ്റില്ല, കാമ്പെടുത്ത് അരച്ച് ഫ്രീസറിലേക്ക് വെക്കാം ഒരു കണ്ടെയ്നറിൽ, അല്ലെങ്കിൽ സിപ്ലോ കവറിൽ എന്തെങ്കിലും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് എടുത്തേച്ച് മിക്സിയിൽ അടിച്ച് വെള്ളം ചേർത്ത് ജ്യൂസാക്കി കുടിക്കാം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ മധുരം ചേർക്കണ്ട. മധുരം കൂടെ ചേർത്ത് ഒരുപാട് ഉള്ളിൽ മധുരം ചെല്ലൂല, എന്നാൽ മധുരവും ഉണ്ട്, ഇഞ്ചിയുടെ ഉപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ്. അപ്പം നല്ലതായിരിക്കും. വേഗം ഇതിലേക്ക് കുറച്ചുകൂടെ ഒഴിച്ച് തന്നേക്കാം. വേഗം പോയി തണുപ്പ് മാറാതെ കുടിച്ച്. തണുപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇത് പോകും. ഒഴിക്കട്ടെ. ഇനി എൻ്റെ ടേൺ ആണ്. ഞാൻ കുടിച്ചു നോക്കട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് സിപ്പ് ചെയ്തായിരുന്നു കേട്ടോ. എന്നാലും ഫൈനൽ ഫോമിലൊന്ന് കുടിക്കണമല്ലോ. ഒറ്റ സിപ്പിൽ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്ര റിഫ്രഷിംഗ് ആണ്, അത്ര ടേസ്റ്റി ആണെന്നല്ല ഞാൻ പറയുന്നത്. ടേസ്റ്റ് ഉണ്ട്, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് തോന്നിയത് ഇറ്റ് ഈസ് വെരി വെരി റിലാക്സിങ്, റിഫ്രഷിങ്. ഭയങ്കര സുഖമാണ് ഇത് കുടിച്ച് കഴിയുമ്പോഴേക്കും. മനസ്സും തണുക്കും എന്നൊക്കെ തോന്നില്ലേ നമുക്ക്, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ആദ്യം കിട്ടിയത് കേട്ടോ. നല്ല ഇഷ്ടമായി. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണത് നല്ലതായിരിക്കും എന്നാണ് തോന്നണേ. പാലില്ലാത്ത സംഭാരം. പ്രത്യേക സംഭാരം കുടിച്ചേച്ച അഭിപ്രായം. എങ്ങനെയുണ്ട്? കുടിച്ചു. നല്ല റിഫ്രഷിംഗ് അല്ലേ? പാലില്ലാത്ത സംഭാര. പാലില്ല അതില്. ആ, പാല് ചേർക്കാത്ത സംഭാരം. ഇനി എനിക്ക് അന്നേരം ഇനി എനിക്കാ.
ഉം.